അങ്ങനെ 2025ൻ്റെ അവസാന തിയേറ്റർ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഉണ്ണി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണി മാത്രമല്ല കണ്ണനും കുഞ്ഞിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉണ്ണിയും കണ്ണനും ഞാനും വിഷ്ണുവും പിന്നെ നമ്മുടെ കല്ലുവും കണ്ണും അമ്മയും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമയ്ക്ക് പോകുന്നത്. ആദ്യം തന്നെ കുഞ്ഞേരെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാനായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. എല്ലാവരും ചപ്പാത്തിയും അതുപോലെ ഇടിയപ്പമൊക്കെ കഴിച്ചപ്പോൾ ഞാൻ കുഞ്ഞേച്ചിരിയിൽ നിന്ന് കുറച്ച് ചോറും മരിച്ചിനി മീൻകറിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ അമ്മയും എല്ലാവരും കൂടെ ഞങ്ങൾ പിന്നെ സിനിമയ്ക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏരിയസ് പ്ലസ്സിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് സമയപ്പോഴത്തേക്ക് പ്രദീപനോട് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ പോപ്കോണും വാങ്ങിച്ചുകൊണ്ടാണ് കയറിയത്. നമ്മുടെ പിള്ളേർ സെറ്റുകളെ ഒന്ന് സമാധാനിപ്പിച്ചിരുത്തണമല്ലോ, അതുകൊണ്ട് അങ്ങനെ സീറ്റൊക്കെ തപ്പിയെടുത്ത് ഞങ്ങൾ സിനിമ കാണാനായിട്ട് തുടങ്ങി. നിവിൻ പോളിയുടെ ഒരു അടിപൊളി സിനിമയായിരുന്നു കേട്ടോ സർവ്വമായ എന്ന് പറയുന്നത്. കുറേ നാൾക്ക് ശേഷം ഒരു സിനിമ കണ്ട് ഒത്തിരി ചിരിച്ചു, അതും ഒരു ചെറിയ ഹൊറർ സിനിമ. സാധാരണ ഒരു പ്രേതപ്പടമൊക്കെ കാണാൻ അത്യാവശ്യം നന്നായി പേടിക്കുന്ന ഞാൻ ഇത്രയും പൊട്ടിച്ചിരിച്ചൊരു സിനിമ കാണില്ല കേട്ടോ. നല്ല അടിപൊളി ഫിലിമായിരുന്നു. ഫിലിമിൻ്റെ ഒരു ഇൻ്റർവെല്ലായപ്പോൾ തന്നെ കണ്ണൂസും മൊത്തത്തിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞു. പിന്നെ ഏകദേശം ഒരു 2 മണിയായിരുന്നു കേട്ടോ സിനിമയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും. പോണ വഴിക്ക് പിന്നെ അളിയന്മാർക്ക് എല്ലാവർക്കും ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ഒരു ചായയും കുടിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. ടാറ്റാ ബൈ ബൈ, സീ യു.